എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ അവിടെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. കാരണം പിന്നെ ഇനി ചൂടെന്ന് മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ചുറ്റും ഫ്ലാറ്റാണ്. പിന്നെ എങ്ങനെ ചൂട് കൂടാതിരിക്കും? ഒരു മരങ്ങൾ പോലും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടാലേ എവിടെ തിരിഞ്ഞ് നോക്കിയാലും മൊത്തം ഫ്ലാറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ചങ്ങോട്ടൊക്കെ പോയാൽ പിന്നെ നമുക്ക് അവിടെ ലോകം അവസാനിക്കും പോലെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കാണാനില്ല. അത്രയ്ക്കാണ് ഫ്ലാറ്റൊക്കെ പൊങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചൂട് കൂടുതലെന്ന് പറയണതിൽ യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നല്ല സ്ട്രോങ് ചായ ഇടണം. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ചായ കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഈശ്വര, മൊത്തത്തിൽ ഈ ഉള്ളിൽ നിന്നൊക്കെ ഒരു ചൂട് ഇങ്ങനെ ഇളകി വരും പോലെ തോന്നും. എന്നാലും ചായ കുടിക്കാതിരിക്കാനായിട്ട് തോന്നൂല. രാവിലെ ഒരു ചായ കിട്ടിയാൽ അതൊരുന്മേഷമല്ലേ. അപ്പോൾ ഈ പറയും പോലെ രാവിലെ കുളിച്ച് അടുക്കളയിൽ കയറുമ്പോൾ തൊട്ട് തുടങ്ങണ ഒരു ചൂടാണ്. പിന്നെ അങ്ങോട്ട് കിടക്കണത് വരെയും അയ്യോ ചൂടേ 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 ഈ പറച്ചിൽ തന്നെ നമ്മളെല്ലാവരും. അപ്പോൾ അതിനായിട്ടൊരു വിദ്യ ഞാനിങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല, ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഏകദേശമൊക്കെ വർക്കൗട്ട് ആവണുണ്ട്. അപ്പോൾ അതും കൂടെ ഇനി കാണിച്ചു തരാം. അപ്പോൾ ചായയൊക്കെ ഇട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്ത് ഇനി ചേട്ടനും കേശുവൊക്കെ മുകളിൽ കിടക്കുകയാണ്. ഇനി അവർക്കൊക്കെ ചായ കൊടുക്കണം. ഇനി ഒന്ന് സ്വസ്ഥമായിട്ട് എനിക്കും ചായ കുടിക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെപ്രാളപ്പെട്ട് ചായ കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ചായ കുടിച്ചാലൊന്ന് ആസ്വദിച്ച് കുടിക്കണമല്ലോ. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ജോലി തിരക്ക് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ചായ കുടിക്കില്ല. നമ്മൾ കാപ്പി കുടിക്കുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ സമാധാനമായിട്ട് ചായ കുടിക്കും. പിന്നെ ഇനി പുട്ട വയ്ക്കണം. പുട്ടും പയറും പപ്പടമാണ്. ഇന്നലെ അരി വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. അമ്മ രാവിലെ അതിനെ ഊറ്റി പൊടിച്ച് വറുത്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി പുട്ട വയ്ക്കണം. ഇനി അതിനുള്ള പയർ കുക്കറിലാക്കി ഇനി അതൊന്ന് വേകുമ്പോഴേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യും. തേയിലേക്ക് ഒത്തുണ്ടല്ലോ, ഇങ്ങനെ വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിരിക്കും. വെള്ളം ഒഴിച്ച് വെച്ചിരുന്നിട്ട് അപ്പോഴേക്കും തണുക്കും. വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത് തണുക്കാൻ വേണ്ടിയാണ്. ഇനി ഈ വെള്ളത്തോടെ കൊണ്ട് ആ ചെടിയുടെ മൂട്ടിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ, അപ്പോൾ ഞാൻ ഇന്നാളൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് നമ്മുടെ കറിവേപ്പിലയിലാണ്. അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ ഈ വെള്ളവും കൂടെ കൊണ്ട് അതിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇന്നലെ രാത്രി ഈ ഏത്തപ്പഴത്തിന്റെ തൊലി കളയേ ചെയ്യരുത്. ഭയങ്കര പൊട്ടാസ്യം കൂടുതലാണ് അതിൽ. ഞാൻ പറയില്ലേ, NPK എന്നും ഇതിന്റെ 7 അയൽവക്കത്ത് വരില്ല. അപ്പൊ ഇത് ഇനി ഈ ഏത്തപ്പഴത്തിന്റെ തോല് കറ്റാർവാഴയുടെ മുട്ടി ഇട്ട് കൊടുക്കണം. അപ്പൊ അതിനാണ് കൊണ്ടുപോണത്. ഇട്ട് കൊടുത്തിട്ട് ഈ കറ്റാർവാഴ നല്ല മടല് പോലെ തഴച്ച് വളർന്നു വരണമെങ്കിൽ വേറെ ഒരു വളവും അതിന് കൊടുക്കണ്ട. നമ്മൾ കഴിക്കണ ഏത്തപ്പഴത്തിന്റെ തോല് മാത്രം അതിന്റെ മൂട്ടിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് ഭയങ്കരമായിട്ട് നമ്മൾ മടല് പോലെ നിൽക്കണ കറ്റാർവാഴ കണ്ടിട്ടില്ല, അതുപോലെ വരും. വേറെ ഒന്നും ചെയ്യേണ്ടതാ. ഇതിന്റെ മൂട്ടില് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അത് അവിടെ ഇരുന്നും കൊണ്ട് അതിനാവശ്യമുള്ളതൊക്കെ അങ്ങ് വലിച്ചെടുത്ത് നല്ല സൂപ്പറായിട്ട് വളർന്നു വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മുട്ടത്തോട് ഞാനാണെങ്കിൽ ആദ്യം ഇതേപോലെ കൊണ്ടങ്ങിടും. അങ്ങനെ ഇടാൻ പാടില്ല. നന്നായിട്ട് പൊടിക്കണം. ഇതിന് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇപ്പൊ വളം കൂടുതലാണ് അതിന്റെ മൂട്ടിൽ. ഇനി കുറച്ച് ദിവസത്തേക്ക് വളമൊന്നും തരൂല. ഇഷ്ടം പോലെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. 1 മാസത്തേക്ക് കഴിക്കാനുള്ള ആഹാരം തന്നിട്ടുണ്ട്. അപ്പൊ ഇനി മര്യാദയ്ക്ക് നന്നായിട്ട് വളർന്നു വന്നോണം. അത് മാത്രം നീ എനിക്ക് ചെയ്തു തന്നാൽ മതി. പയറ് തട്ടി കുക്കറിൽ വെച്ചിട്ടാണ് ആ തേയിലക്കൊത്തും കൊണ്ടുപോയത്. നമ്മൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ഒരു 100 കാര്യങ്ങൾ നമ്മൾ ഒറ്റ സമയം ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒഴിച്ചിട്ട് വന്നിട്ട് ഇനി പയറൊന്ന് കഴുകി അടുപ്പത്ത് വെക്കണം. പിന്നെ ഇപ്പോഴത്തെ പയർ അറിയാമല്ലോ, നമുക്ക് നല്ല എന്തെന്ന് പറയാനായിട്ട് കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 1-2 വെള്ളം കഴുകിയാൽ മതി. ഇവിടെ ഇപ്പം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ പെരുമഴ. അപ്പോൾ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഇവിടെ മഴയുണ്ട്. ഇന്ന് രാവിലെയും നല്ല മഴക്കോളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, മഴ പെയ്തിട്ടും തണുപ്പെന്നല്ല, ചൂടിന് വലിയ കുറവൊന്നുമില്ല. ഇപ്പോഴും സ്ഥിതി അതൊക്കെ തന്നെയാണ്. ചെറുതായിട്ടൊന്ന് തണുപ്പ് വന്ന് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരാഴ്ച ഇതുപോലെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടിന് കുറച്ചെങ്കിലും ഒരു ശമനം കിട്ടും. അല്ലാതെ ഒരു രക്ഷയും ഇല്ല. പയർ കുക്കറിൽ അടുപ്പത്താക്കിയിട്ടാണ് വാഷ് ബേസിൻ കഴുകാനായിട്ട് വന്നത്. 2 ദിവസമായി വാഷ് ബേസിൻ കഴുകിയിട്ട്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയില്ലാന്ന് നമുക്ക് ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവിടെ അത്രയ്ക്കൊന്നും ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വാഷ് ബേസിൻ.
അപ്പോൾ വാഷ് ബേസിൻ നമ്മൾ 2 ദിവസത്തിൽ ഒരിക്കൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു പോർഷൻ കിടന്നോളും. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് കിടക്കുന്നത് ആ ഒരു പോർഷനാണ്. കാരണം വാഷ് ബേസിൻ്റെ അടുത്താണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ തുണിയും കാര്യങ്ങളുമായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒതുക്കിയാലും ഒതുങ്ങാത്ത ഒരു ഏരിയ നമ്മുടെ വീട്ടിൽ കാണൂലേ? അങ്ങനെ ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കണ്ണുടച്ചുകൊണ്ട് പറയും അത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയയാണെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി അതിൻ്റെ മിററുണ്ടല്ലോ അതിൽ എപ്പോഴും അഴുക്കായിരിക്കും. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടികൾ അഴുക്കാവണേക്കാൾ കൂടുതൽ വാഷ് ബേസിൻ്റെ അവിടെ ഇരിക്കുന്ന കണ്ണാടി അഴുക്കാവും. കാരണം നമ്മൾ ബ്രഷ് ചെയ്യണത്, കൈ കഴുകണത്, വാ കഴുകണത് എല്ലാം അവിടെയില്ലേ. അപ്പോൾ ഇങ്ങനെ വെള്ളം തെറിച്ചിട്ടാണ് അതിലിങ്ങനെ ഒരുമാതിരി വെള്ള സ്പോട്ട് വരണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹാൻഡ് വാഷ് വെച്ച് തന്നെ അതൊന്ന് കഴുകി മൊത്തം കഴുകി അങ്ങ് ഇറക്കും. എന്നിട്ട് ആദ്യം ഒരു തുണി വെച്ച് തുടച്ചെടുക്കും. അപ്പോഴൊന്നും ക്ലീൻ ആവില്ല. എന്നിട്ട് നല്ല കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗത്തോട്ട് മാത്രം ഇങ്ങനെ തുടച്ചിറക്കണം. അല്ലാണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുടച്ചാൽ ആ ഒരു തുടയ്ക്കുന്ന പാട് അതിൽ കാണും. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തോട്ടാണോ തുടയ്ക്കുന്നത് ആ ഭാഗത്തോട്ട് മാത്രം ഒന്ന് തുടയ്ക്കാനായിട്ട് നോക്കണം. അപ്പോൾ ആ മിറർ നല്ലതുപോലെ അങ്ങ് ക്ലീൻ ആവും. അപ്പോൾ പിന്നെ ഈ നമ്മൾ വാഷ് ബേസിനായാലും സിങ്കായിരുന്നാലും ഒക്കെ നമ്മുടെ ഈ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയാൽ നല്ല സൂപ്പറായിട്ട് വൃത്തിയാവും കേട്ടോ. നമ്മൾ വേറെ എന്ത് ലിക്വിഡ് ഇട്ട് കഴുകണേക്കാളും നമ്മുടെ ഹാൻഡ് വാഷ് ഒരു ഡ്രോപ്പ് മതിയല്ലോ, ഒരുപാടൊന്നും എടുത്ത് ഒഴിക്കണമെന്നൊന്നുമല്ല. അപ്പോൾ തന്നെ ആ ഭാഗം അങ്ങ് നന്നായിട്ട് ക്ലീൻ ആയിക്കോളും. അപ്പോൾ പയർ കുക്കറിൽ വെച്ചിട്ടാണ് അടുത്ത് ഈ ഒരു ജോലിക്ക് വന്നത്. നമ്മൾ അത് തീർത്തിട്ട് ഇതിലോട്ട് വരാൻ നിന്നാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ആ ഒരു പോർഷൻ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി വീണ്ടും അടുക്കളയിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ ജോലി ചെയ്യുമ്പോഴേ കുക്കറിൽ അവിടെ വിസിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പല്ല് തേക്കൂലേ, ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ വാഷ് ബേസിൻ്റെ ഏരിയ ഒന്ന് കഴുകിയിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇവിടെ അരി അടുപ്പത്തിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കടുകൊക്കെ താളിച്ചെടുക്കണം. പിന്നെ ഇതാ ഒരു ബ്ലൂ ടീ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായി ഈ പറയും പോലെ ബ്ലൂ ടീ ഒക്കെ കുടിച്ചിട്ട് ഭയങ്കര ഗുണമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ശംഖുപുഷ്പം നമ്മുടെ കണ്ണിൽ കാണും. അപ്പോൾ നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിനായിരുന്നാലും വയറിനായിരുന്നാലും അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക്കൊക്കെ കൺട്രോൾ ചെയ്യാനായിരുന്നാലും എല്ലാത്തിനും അത് നല്ലതാണ്. അപ്പോൾ അരിയും അവിടെ തിളച്ച് ഇനിയാണ് മറ്റേ പയറിൻ്റെ കടുക് വറുക്കണമല്ലോ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് ആ വെന്തിരിക്കുന്ന പയറും കൂടെ അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ലതുപോലെ വേവിക്കാനായിട്ട് നിൽക്കില്ല. എന്നിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ പോവിച്ചെടുക്കും. അതിനുശേഷം കടുക് താളിച്ചിട്ട് അതിലൊഴിച്ചിട്ട് വേവിക്കും. എന്നാൽ മാത്രമേ നമ്മൾ വറ്റൽമുളക് ഇടുമല്ലോ, ആ വറ്റൽമുളകിനകത്തേക്ക് ഇതിൻ്റെ ഈ പയറിൻ്റെ ഈ അംശങ്ങളൊക്കെ കയറിയിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറിൻ്റെ കൂടെ. അങ്ങനെ വറ്റൽമുളക്, ചേട്ടനും അതാണ് ഇഷ്ടം. അപ്പോൾ കണ്ടില്ലേ, ഇനി അതവിടെ കിടന്ന് റെഡി ആയിക്കോട്ടെ. വിഷുവിന് വാങ്ങിച്ച പച്ചക്കറി ഇപ്പോഴും ബാലൻസ് ഉണ്ട്. അങ്ങനെ അമ്മ അതിനെ ഇന്ന് അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് അവിയൽ വെക്കാനായിട്ട് പച്ചക്കറികളുമായിട്ടൊക്കെ അവിടെ ഇരുന്ന് അമ്മ ഇങ്ങനെ ഇരുന്നാൽ ആ ഇരിപ്പിനിരുന്ന് അങ്ങ് എല്ലാം മലക്കറിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തോളും. അയ്യോ, മലക്കറി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പച്ചക്കറിയെന്ന് ഇനി മാക്സിമം പറയാനായിട്ട് നോക്കും. ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണ്. അതുപോലെ തന്നെ കാപ്പിക്കുടി എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണെന്ന് ഞാൻ ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെയാണ് കാപ്പിക്കുടി എന്ന് പറയണത് തന്നെ. അതുപോലെ തന്നെ ഞാൻ ഈ പുളിഞ്ചിക്ക എന്ന് പറയുമ്പോഴും എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ പുളിഞ്ചിക്ക എന്തെങ്കിലും എനിക്ക് കമൻറ്റ് വരുമ്പോഴേക്കും നിങ്ങളൊക്കെ പറയണ ഇങ്ങനെയല്ല, അനുജിയുടെ നാട്ടിലെ പുളിഞ്ചിക്ക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കടുകൊക്കെ തളിച്ച് അവിടെ പയറൊക്കെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു പോർഷനും കൂടെ അങ്ങ് വൃത്തിയാക്കിയിടണം. ഞാൻ ആ വൃത്തിയില്ലായ്മ തോന്നിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. ഡൈനിങ് ടേബിൾ ആദ്യം വാഷ് ബേസിന് ഒന്ന് നോക്കും, പിന്നെ നോക്കണത് ഡൈനിങ് ടേബിൾ. നമുക്കൊരു ഗസ്റ്റ് വന്ന് നമ്മൾ ചായ കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ അത് നമ്മുടെ ഒരു ശീലമല്ലേ. ആര് വന്നാലും നമ്മൾ കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമെങ്കിലും കുടിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ പിന്നെ രണ്ടാമത് വരണം ഈ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തോട്ടായിരിക്കും. അപ്പോൾ അതും ഒന്ന് ക്ലീൻ അല്ലാണ്ട് കിടന്നാൽ അതും പ്രശ്നമല്ലേ. അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആ ഏരിയ ഒന്ന് വൃത്തിയാക്കി അവിടുത്തെ കർട്ടനൊക്കെ ജനലൊക്കെ തുറന്ന് കർട്ടനൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിടണം. അതിനിടയ്ക്ക് പുട്ടൊക്കെ വെച്ച് പയറും റെഡിയായി, പപ്പടം പൊരിക്കണം. അപ്പോഴും ചേട്ടന് പോകാനും സമയമായി. നമുക്ക് രാവിലെ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അതിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നറിയാമോ.
അപ്പോൾ ഈ കാപ്പി ഉണ്ടാക്കൽ ഇവിടെ ഈ മനുഷ്യനാണെങ്കിൽ 9:30 ആയല്ലാണ്ട് കാപ്പി കുടിക്കൂല. അപ്പോൾ ഞങ്ങളുടെ ശീലവും അങ്ങനെ ആ സമയത്തൊക്കെയാണ് കാപ്പി കുടിയൊക്കെ ഉള്ളത്. അപ്പോൾ ആൾ കുളിച്ച് കയറി പ്രാർത്ഥിച്ചിട്ട് കുളിച്ച് കയറി ഉടനെ ഞാൻ വിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം നേരെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നിട്ട് അപ്പോൾ കൊടുത്തോണം കാപ്പി. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ആളിരിപ്പായി ഇരുന്നിട്ട് വന്ന് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, കാപ്പി കൊണ്ട് വരണമല്ലോ ഞാനിപ്പോൾ പോകുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് വന്നിട്ട് റെഡി ആയില്ലേന്ന് ചോദിച്ചിട്ട് അമ്മ പുട്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞാനിവിടെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കണതല്ലേ ഉള്ളൂ. അപ്പോൾ പുട്ടും പയറും കൂടെ കൊടുത്ത് ആളിനെ ഒന്ന് പിടിച്ച് ഇരുത്തിയാലും പിന്നെ പപ്പടം കൂടെ പൊരിച്ച് അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ പിന്നെ കഴിക്കാതെ പോയാൽ അതും ഒരു വിഷമമല്ലേ നമുക്ക്. അപ്പോഴേ അന്നേരം നമ്മൾ ഉടക്കിയൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോഴങ്ങ് തരൂല്ലേ, ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞാലും കാപ്പി കുടിക്കാണ്ട് പോയാൽ പിന്നെ മനസ്സിലൊരു പ്രയാസമാണ്. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആള് കടയിൽ പോയി. അപ്പോൾ ചന്തയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മീനൊന്നുമില്ല, അല്ലെങ്കിൽ ഇഷ്ടംപോലെ മീനാണ് ഇവിടെ ചന്തയിൽ. ഇപ്പം 2-3 ദിവസം കൊണ്ട് ഇത് തന്നെയാണ് അവസ്ഥ, മീൻ കുറവ്. അങ്ങനെ ചൂരക്കുട്ടിയും അയലയുമാണ് വാങ്ങിച്ചത്. അത് കാണിച്ചാൽ അയ്യോ, അത് തൊഴിയാളായിരുന്നു. ഒരെണ്ണം വരുന്നത് അത് കൊള്ളാല്ലേ. ഇത് 200 രൂപയ്ക്കേ ഉള്ളൂ, 100 രൂപ പങ്കൊന്നുമില്ല. ചൂര എടുത്താണമ്മ. ചൂരക്കുട്ടി 4 എണ്ണം, വലിയ ചൂര ഒരെണ്ണം 150. ഇത് ഒരെണ്ണം പൊരിക്കാമോ? ഒരെണ്ണം പൊരിച്ചിട്ട് അത് കറി വയ്ക്കാം തന്നെ. അയ്യോ, ഈ വലിയ വാചകമൊക്കെ അടിക്കുമെങ്കിലും എനിക്കിപ്പോഴും ചില മീനുകളൊന്നും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാ. അതുപോലെയാണ് അയലയും കൊഴിയാളയും. ഞാൻ അമ്മയോട് പറഞ്ഞത് ചൂരയും വാങ്ങിച്ച അയലയും വാങ്ങിച്ചെന്നാണ്. പക്ഷേ അമ്മ എടുത്ത് നോക്കിയിട്ട് അമ്മ പറയുന്നുണ്ട്, ഇത് അയലയല്ലല്ലോ, ഇത് കൊഴിയാളയല്ലേ ഇത്. എനിക്ക് ഇപ്പോഴാണ് വീണ്ടും മീനുകൾ ഏകദേശമൊക്കെ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ നെത്തോലിയും അറിയും, ചൂരയും അറിയും, അത് പിന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ലാണ്ട് പിന്നെ ചെമ്പല്ലി മീനില്ലേ, അതും അറിയാം. ബാക്കിയെല്ലാം തിരിച്ചറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോഴും ചന്തയിൽ പോയാൽ അവിടെ ആരോടെങ്കിലും ചോദിക്കും ഇത് ഇന്ന മീൻ തന്നെയെന്ന്. അതുപോലെ മത്തി, നാടൻ ചാള, മക്രോണി ചാള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതും എനിക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ പിച്ച വെച്ച് ഇതിലോട്ടൊക്കെ ഇറങ്ങി വരണതല്ലേ ഉള്ളൂ. എന്നാലും ഇപ്പോൾ എനിക്ക് അയലയും കൊഴിയാളയൊക്കെ ഏകദേശം അറിയാമെന്നുള്ളതാണ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അവിടെ നിന്ന് നല്ല നാടൻ പയറും കൂടെ കിട്ടി. ഇവിടെ ചേട്ടനാണെങ്കിൽ പയർ മെഴുക്ക് വരട്ടി വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പയർ മെഴുക്ക് വരട്ടി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, ഇതൊക്കെ ആളിൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ നാടൻ പയർ കണ്ടാലും ഞാൻ ഉടനെ വാങ്ങും. ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പയറായിരുന്നു. അങ്ങനെ വാങ്ങി അതിന് ഇനി ഒരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കണം. പിന്നെ ഇത് പപ്പടം പൊരിച്ച എണ്ണയാണ്. അപ്പോൾ സാധാരണ അങ്ങനെ എണ്ണ ഞാൻ എന്തെങ്കിലും പൊരിക്കണ എണ്ണ എടുക്കാറില്ല. പക്ഷേ ഇപ്പം എണ്ണ കുറവാണ്, എണ്ണ ഇനി വാങ്ങിയാലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യാത്ത പ്രവൃത്തികൾ പോലും ചെയ്യിപ്പിക്കണത്. അങ്ങനെ അതിൽ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും അമ്മ മീനെല്ലാം കട്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയേയില്ല. അതിനെ നേരെ കൊണ്ടുപോയിട്ട് ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ ഒഴിക്കും. റോസേരിയൊക്കെ മൂട്ടിലേക്ക് മീൻ വെള്ളം ഒഴിക്കണം. എൻ്റെ ദൈവമേ, പൂക്കാലം അവിടെ തീർക്കും. ഈ ഒരു മീൻ വെള്ളം മാത്രം കൊടുത്താൽ മതി, വേറെ ഒരു വളവും കൊടുക്കണ്ട എന്തിൻ്റെ മൂട്ടിലും. കാരണം ഒമേഗ 3 ഒക്കെ ഉള്ളതാണ് ഈ മീൻ വെള്ളത്തിൽ. ഇനി മീനിൻ്റെ അമ്മ അവിടെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് റെഡിയായി, അവിയൽ റെഡിയായി, മെഴുക്ക് വരട്ടി റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ പൊരിക്കാനുണ്ട്. അപ്പോഴാണ് ഇനി 2 മുണ്ട് കഴുകി വെച്ചിരുന്നൊരു കഞ്ഞി മുക്കണമായിരുന്നു. അപ്പോൾ അരി അടിച്ചിരുന്നിട്ടപ്പോൾ കഞ്ഞോളം ഉണ്ടല്ലോ, ഇനി അത് മുണ്ട് കഞ്ഞി മുക്കിക്കൊണ്ട് വിരിക്കണം. കാരണം ഇപ്പോൾ മഴ എപ്പോഴാണ് പെയ്യണേന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ചൂടിന് കുറവൊന്നുമില്ല. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുന്നേ ഇതൊന്നും ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ പിന്നെ കഞ്ഞിവെള്ളം മുക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ 2 മുണ്ട് അങ്ങ് കഞ്ഞിവെള്ളം മുക്കി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ കഴുകിയിട്ടതാണ്. പക്ഷെ ഇന്നലെ കഴുകിയിട്ടപ്പോഴേക്ക് അതിന് മുന്നേ അമ്മ അരി വാർത്തിട്ട് കഞ്ഞിവെള്ളം കളഞ്ഞായിരുന്നു. ഇനി മുണ്ട് കഞ്ഞിവെള്ളം മുക്കിടും. ഇന്നലെ കഴുകി വെച്ചതായിരുന്നു മുണ്ട്. പക്ഷേ അപ്പോഴേക്കും അമ്മ കഞ്ഞിവെള്ളം അരി വാർത്ത് കളഞ്ഞു. നമ്മളെല്ലാം അങ്ങനെ വാർത്തിട്ട് കളയില്ല. അപ്പോൾ പിന്നെ അത് ഞാനും അമ്മയോട് പറയാനും മറന്നുപോയി. അപ്പോൾ ഇന്ന് അമ്മ അതവിടെ എടുത്ത് വെച്ചിരുന്ന് അങ്ങനെ 2 മുണ്ട് കഴുകി വെച്ചതിൽ കഞ്ഞി മുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ മൈദാമാവ് കുറുക്കി മുക്കിയാലും മതി. പക്ഷേ മൈദാമാവ് അതിന് വേണ്ടേ, മൈദാമാവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കഞ്ഞിവെള്ളം തന്നെ ആശ്രയം. ഇതാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ.
അപ്പോൾ വെയിൽ പോകുന്ന മുമ്പ് ഇത് കഴുകി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ ഒരു സ്മെല്ല് വരും. നല്ല വെയിലത്തിട്ട് ഉണക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നത്. നമുക്ക് ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇത് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളുടെ അടുത്ത് ഒരു ജോലി കൊടുത്താൽ അവർ ആ ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കും, വേറെ ഒന്നിലോട്ടും തിരിയില്ല. പക്ഷേ ആ സ്ഥാനത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു 100 കാര്യം നമ്മൾ ആ സെക്കൻഡിൽ ഒരു മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ മീൻകറി വയ്ക്കും, അപ്പുറത്ത് മീൻ പൊരിക്കും, തോരൻ വയ്ക്കും, അതിൻ്റെ ഇടയിൽ കൂടെ മോനെന്തിനെങ്കിലും പിള്ളേർ വിളിച്ച് അങ്ങോട്ടോടും. ഇപ്പോൾ ഒരു മഴ പെയ്താൽ തുണി പറക്കാനായിട്ട് ഓടും. എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മൾ ആ അത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നത്. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് ആണുങ്ങളെ കൊണ്ട് ഇങ്ങനെ വാചകം അടിക്കാനല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് അവർക്ക് പറ്റില്ല. അപ്പോൾ മീനും കൂടെ പൊരിക്കണം. അപ്പോൾ മീനിനെ അമ്മ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് മീനെല്ലാം പറക്കിയിടാനുണ്ട്, അതും കൂടി ഇട്ട് പൊരിച്ചെടുക്കണം. കുറേ നാളായി ഇതുപോലെ തന്നെ മീനൊക്കെ പൊരിച്ചിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഡെയിലി മീൻ പൊരിക്കുമായിരുന്നു. ഇപ്പോൾ ആ ശീലമൊക്കെ അങ്ങ് മാറ്റി. ചൂടിന് ഒരു രക്ഷയും ഇല്ല. ഇവിടെ ഇപ്പൊ മഴ വേണോണ്ട് എന്തിനു വേണ്ടി മഴ വേണമെന്ന് അറിഞ്ഞൂടാ, എന്നിട്ട് യാതൊരു രക്ഷയും ഇല്ല. അതുകൊണ്ട് ഇവിടെ അടുക്കളയിലത്തേക്ക് ഞാൻ വാങ്ങിച്ച ഒരു ഫാനാണ്. നമുക്കല്ലാതെ അടുക്കളയിൽ ഇപ്പൊ ഫാൻ ഇടാനുള്ള സംവിധാനമൊന്നും ഇല്ല. അപ്പൊ അടുക്കളയിൽ നിന്നാല് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നാണ് തോന്നുന്നത്. മീൻ കണ്ണിത്തിറയ്ക്കണം. മീൻ അവിടെ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇത് കണ്ണിലോട്ട് വരണം. പിന്നെ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ തമ്പുനെയിലിൽ കണ്ടത് ഇതായിരിക്കും. ചട്ടി മാത്രം മതി നമുക്ക് വീട് നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റും. AC-യുടെ ആവശ്യമൊന്നും വരൂല. അപ്പൊ എന്ത് വേണോന്ന് വെച്ചാല്, ഇത് ഞാനും ഒരു വീഡിയോ കണ്ടതാണ്. വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തത്. അപ്പൊ ഈ ഒരു ചട്ടിയിൽ ആദ്യം കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ വെള്ളം വെക്കേണ്ടതേ കാണിക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരം എന്താണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒരു ചട്ടി വെള്ളം മാത്രം മതി നമുക്ക് വീടിനെ കിടുകിടാ തണുപ്പിക്കാം. അപ്പൊ ഇതിനെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മൺചട്ടിയാണ് കുറച്ചുകൂടെ നല്ലത്. വേറെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം മൺചട്ടിക്ക് അതിൻ്റെതായ ഒരു തണുപ്പും കൂടെ ഉണ്ടല്ലോ. ഇനി ഈ വെള്ളം നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഇപ്പൊ ഞാൻ എന്താ ഫ്രിഡ്ജിൽ ഇരുന്ന് ഐസ് ട്രേയും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു സ്ഥലം കിട്ടണമല്ലോ. അപ്പൊ ഇതേപോലെ അവിടെ ആക്കി വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു പാത്രം വെച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഈ ഫ്രിഡ്ജിൽ പെട്ടെന്ന് ഒരു 3 മണിക്കൂർ കൊണ്ട് നല്ല ഐസ് കട്ടയാവും. ഇനി നമ്മൾ ഐസ് കട്ടയാവണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അതിനി കാണിച്ചു തരാം ബാക്കി എന്താണെന്ന്. ജോലികളൊക്കെ എല്ലാം തീർന്ന് ഇനി ഇവിടുത്തെ ജോലികളെന്ന് പറഞ്ഞാൽ അടുക്കള ജോലികളൊക്കെ തീർന്ന് ഇനി ഒതുക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പൊ മീന് പൊരിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലുണ്ട്, പിന്നെ രസമുണ്ട്. ഇത്രയുണ്ട്. ഇന്ന് വേറെ ഒന്നുമില്ല. പിന്നെ മെഴുക്കുരട്ടി, പയർ മെഴുക്കുരട്ടി ഉണ്ട്. പയർ മെഴുക്കുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിയലും പയറും മെഴുക്കുരട്ടിയും രസവും മീൻ പൊരിച്ചതും, അതാണ് ഇന്ന് ഉച്ചത്തേക്കുള്ള ജോലി. ഇനി ജോലികൾ ഇങ്ങനെ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ കുറെ കാര്യങ്ങൾ ഒതുക്കാനും പറക്കാനും ഒക്കെ ഇനിയുണ്ട്. ഇപ്പൊ മഴയ്ക്ക് മുമ്പ് ആ മുണ്ടെല്ലാം ഒന്ന് ഉണക്കി എടുക്കണം. അതിപ്പോ ഉണങ്ങും. അത്ര തീ വെയിലെന്ന് പറയൂലേ, ആ വെയിലാണ് അവിടെ. ഇപ്പോഴേ വീർത്ത് കുളിക്കുകയാണ്. ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇത് ഏകദേശം ഐസ് കട്ടയാവും. പക്ഷെ നല്ല രസം, നല്ല ടിപ്പാണ് കേട്ടോ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട്, നല്ല വർക്കൗട്ട് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തത്. അപ്പൊ ഇനിതാ ഇവിടെയും കൂടെ വൃത്തിയാക്കാനുണ്ട്. ഇവിടെ രാവിലെ ഞാനാണെങ്കിൽ 5:30 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റങ്ങ് താഴെ പോകും. പിന്നെ അച്ഛനും മോനും കൂടെ ഇവിടെ നിന്ന് ഉണർന്ന് വരുമ്പോഴേക്കും ഒരു സമയമാവും. യേശോട്ട് ഇരുന്നാ മതി. ഇനി ആ ജോലികൾ കുറച്ച് ആവുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുടഞ്ഞ് ഇരിക്കണത്. കേശുവിന്റെ അവിടെ ഇരി മോനെ. കേശു ഇതിനിട്ടിരിക്കുന്ന പേര് അപ്പു എന്നും ഇതിനിട്ടിരിക്കുന്ന പേര് കുട്ടനെന്നുമാണ്. അപ്പവും കുട്ടൻ, കേശുവിന്റെ അപ്പുക്കുട്ടന്മാരാണ് ഇത്. അല്ലേ കേശു? സത്യത്തിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത് തന്നെ വിയർത്തിട്ട് ദേഹമൊക്കെ ഇങ്ങനെ ഒട്ടും പോലെ തോന്നി. അത്രയ്ക്ക് ചൂടെടുത്ത് ഇങ്ങനെ ഒഴിവായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ആ ടോപ്പ് മാറ്റി
പിന്നെ വീണ്ടും ഒന്ന് മേലൊക്കെ കഴുകിയിട്ടാണ് അടുത്ത ജോലി ചെയ്യാനായിട്ട് ഇറങ്ങിയത്. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, മേലെ കഴിവും തോറും ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കും. സഹിക്കാൻ പറ്റണില്ല ചൂട്. ഇനി എന്ന് മഴ വരുമെന്ന് അറിഞ്ഞൂടാ. കേശും കൂടെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിലോട്ട് വന്നതാണ്. ഇവിടെ കുറെ കാരക്ക നിൽക്കണമെന്ന് പറഞ്ഞ് അമ്മ 2 ദിവസം കൊണ്ട് വിളിക്കുകയാണ് കാരക്ക പറിക്കാനായിട്ട്. അപ്പൊ ഇന്നലെ വരാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇന്നിപ്പോ തോട്ടയും ഉണ്ട് കാരക്ക പറിക്കാനായിട്ട്. അങ്ങനെ എന്തായാലും കാരക്ക എടുത്തോണ്ട് പോവാന്ന് വെച്ചിട്ട് വന്ന്. കേശു അവിടെ കൊണ്ട് ബാക്കിൽ എന്തോന്നെയാണ് അവിടെ കേശു അവിടെ ചക്കയൊക്കെ എടുത്ത് അവിടെ കളി നടക്കേണ്ടത്. നമ്മളിവിടുത്തെ ചക്ക കാണിച്ചു തരാം. തോന്നുന്നു അതാണ് ചക്ക. ചക്ക നിറയെ നിൽക്കുന്നുണ്ട്. അതുമല്ല കുറച്ച് വലുതായിട്ടും ചക്കയൊക്കെ കൊഴിയുകയും ചെയ്യും. പിന്നെ എന്താണ് എന്തോ ഇത്രച്ചേക്ക് ആയിട്ടുണ്ട് ചക്ക. യേശുവിനി വാ, നമുക്ക് ഇത് എന്തോന്ന് കാരക്ക പറിക്കാൻ വാ. അച്ഛാ തോട്ട എവിടെ അച്ഛാ? അച്ഛനും കൂടെ വാ. ഇനി അശോക പൂവും കൂടെ എടുത്തിട്ട് പോകണം. അപ്പൊ അശോക പൂവിട്ട് എണ്ണ കാച്ചി തേച്ചാൽ അറിയാലോ, നല്ലതാണ്. അന്ന് അശോക കുറുക്കിയതൊക്കെ കാണിച്ചില്ല അശോക പൂവിട്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് പച്ചരിയും അശോക പൂവും കൂടെ അരയ്ക്കും. മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ രാവിലെ മുഖത്തിടും. അപ്പൊ അത് കേശു. അപ്പൊ അശോകപ്പൂ നല്ലതാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഇടണേന്. അതല്ല നമ്മുടെ ഈ കുങ്കുമാതി തൈലല്ലേ, എവിടെ പോണ അപ്പൊ ഇതിനകത്തേക്കണ്. ആ കുങ്കുമാതി തൈലത്തിൽ കൂടുതൽ അശോക പൂവാണെന്ന്. അപ്പൊ അശോക പൂവ് കൂടെ എടുക്കണം. ഇവിടെ ആകുമ്പോ മിക്കവാറും കാണും അശോക പൂവ്. ഇതാണ്ട് അശോക പൂ നിൽക്കുന്നു. അശോക പൂവ് പിന്നെ എവിടെ വേണമെങ്കിലും പൂക്കോളൂ. സാധാരണ പൂ പോലെയല്ലേ, ഈ തടിയിലാണ് പൂത്തിരിക്കുന്നത്. അപ്പൊ അശോക പൂ ഇത്രയും കിട്ടി. ഇനി അടുത്ത് കാരക്ക അടക്കണം. പോ. അപ്പൊ അതോ അവിടെയാണ് കാരമരം നിക്കണം. അതിൽ നിറയെ കാരക്കയുണ്ട്. അതിന് പഴുത്തു പോയാന്ന് പറഞ്ഞൂടാ. എന്തിനാടാ കിടന്ന് കൂവണത്? അപ്പൊ കാരക്ക അടത്തിനാ പോയി പറക്കി കൊണ്ടുവന്നാണ്. അപ്പൊ അമ്മ പറയണത് പഴുത്തെന്നാണ് തോന്നണത്. പഴുത്താന്ന് അറിഞ്ഞൂടാ. ഇനി എന്തായാലും പഴുത്ത അത്ര പോരാ. പഴുത്തില്ലെങ്കിൽ അച്ചാറിടാനും ഉപ്പിലിടാനും സൂപ്പറാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മതിൽ കയറ്റിയെങ്കിൽ അതിങ്ങ് ഓടിച്ച്. അമ്മ ഇവിടെ വൈകുന്നേരം ചായക്ക് വാഴയ്ക്കൊപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതിപ്പോ ഗോതമ്പ് മാവിലാണ് വാഴയ്ക്കൊപ്പം ഉണ്ടാക്കുന്നത്. മൈദയിലല്ലേ സാധാരണ ഉണ്ടാകുന്നത്. തിന്നാനുള്ളത് ഗോതമ്പ് ടേസ്റ്റ് ഉണ്ടാക്കും. കാണാനൊക്കെ നല്ല പൊള്ളിയൊക്കെ വന്ന്. എവിടെ പോണ യേശു? ഇത് പഴം പഴുത്തങ്ങ് അറ്റമായില്ലമ്മ. നല്ല പൊള്ളിയൊക്കെ വന്ന്. ഇനി എന്നാലും നോക്കട്ടെ, തിന്ന് നോക്കിട്ട് പറയാം കുഴപ്പമുണ്ടെന്നില്ല. പിന്നെ ഉണ്ടാക്കണവര് കുഴപ്പമില്ലെന്നേ പറയുള്ളൂ. അപ്പൊ ഇനി മരിച്ചു പോണ സാധനമല്ല, എന്നാലും ടേസ്റ്റ് വേണമല്ലോ. നോക്കട്ടെ, നല്ല പൊങ്ങിയൊക്കെ നല്ല വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് തന്നെ നോക്കട്ടെ. വാഴയ്ക്കൊപ്പം നോക്കളെ. നീ അവിടെ എന്തിനാണ് അമ്മ? അതോ ആ നൂല് തന്നെ അവൻ എടുത്തോണ്ട് പോണം. അത് അവൻ കൊണ്ടിട്ടതായിരിക്കും. അത് തന്നെ, അത് വേറെ ഒന്നുമല്ല. ഗോതമ്പ് വാഴയ്ക്ക് അപ്പം എന്തൊരു വാട. നല്ല പുള്ളിയൊക്കെ വന്നമ്മ. മോനെ അതിൽ കളിക്കരുത്. അമ്മ ഇവിടെ ഇപ്പൊ ഒരു പഴത്തിന് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും? എത്രത്തോളം ചെറുതാക്കാം? ഒരു പഴം 4. ഒരു പഴത്തിന് വേണ്ട. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കൂ? അതല്ല, അത് നീളം കൂടിയതിനാ. ഒരു ചെറുതായിരുന്നു, അതിന്റെ തുമ്പ് മുറിച്ച്. അതിന് എത്ര ചെറുതാക്കിയണ്ട. ഒരു പഴം ബോംബെന്ന് പറയും, ബോംബ് എറിയട്ടാന്ന്. ഇതിന് അത്രയും ചെറുതാക്കി അമ്മ അവിടെ വാഴക്കപ്പം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശുന് ഗോതമ്പ് വാഴക്കപ്പം നല്ല പൊങ്ങിയൊക്കെ വാഴക്കപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട്. തിന്ന് നോക്കട്ടെ, തിന്നിട്ട് പറയാം കൊള്ളാമോ ഇല്ലേന്ന്. ഭയങ്കര ചൂട്. നമ്മള് മൈദാമാവിലെയും ഗോതമ്പ് അവരൊക്കെ വാഴക്കപ്പം ഉണ്ട്.
നിങ്ങൾ അങ്ങോട്ട് നോക്ക്, എന്നെ നോക്കണേത്. ഞാൻ തിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ നല്ലതെന്ന് മറുപടി ഇല്ലെങ്കിൽ കൊള്ളൂലെന്ന് പറഞ്ഞു. മോനെ നീ എപ്പോഴേ കൊള്ളൂലായിരുന്നെങ്കിൽ ഞാനെ മാറ്റിയേനെ. കൊഴപ്പില്ല. തന്നെ മൈദ മാവ് ഒന്നും വേണ്ട വാഴയ്ക്ക. കൊള്ളാം കേട്ടോ, നല്ല ഇതാണ് ഗോതമ്പ് മാവില്. പക്ഷെ മൈദയിൽ ഉണ്ടാക്കുമ്പോ കുറെ കൂടെ വേറെ. ഇല്ല ഒരു വേറെയും ഇല്ല. ഇത് ഗോതമ്പ് ഗോതമ്പ് മാവാണെന്നൊന്നും അറിയൂല എനിക്ക്. പക്ഷെ ഗോതമ്പ് മാവെന്ന് മനസ്സിരിക്കണോണ്ട്. ഗോതമ്പ് മാവെന്നൊന്നും അറിയില്ല. മൈദ മാവിന്റെ കാര്യം നല്ല കട്ടിയുമാണ്. എന്തൊരു പടപടാന്ന് കുട്ടി. കോപ്പുണ്ടാ? അമ്മ കുക്കറി ഷോയെ പോലെ നമ്മ സാരിയൊക്കെ ഉടുത്തിരുന്നിട്ടാണ് അമ്മ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ കൂത്തറ അടിച്ച് നൈറ്റിയൊക്കെ ഇട്ടോണ്ടാണ് അമ്മ വീഡിയോ എടുക്കണോണ്ട് സാരിയൊക്കെ ഇട്ടു. സാരിയൊക്കെ ഉടുത്ത് അമ്മ ഒരുങ്ങി നിന്നിട്ടാണ്. ഗ്യാസ് അണഞ്ഞ് ഭയങ്കര അണഞ്ഞില്ല. അവിടെ കാറ്റ് ഇല്ല, കണ്ടത് അണഞ്ഞ്. ഇങ്ങനെ കാറ്റടിച്ചാ പാടില്ല കേട്ടാ മോനെ. അനെ വലിച്ചിങ്ങെടുക്കൂ. ഇനി നാളെ തൊട്ട് ഗോതമ്പ് മാവിന്റെ വാഴയ്ക്കപ്പം കാണാം. പിന്നെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാരും കണ്ടു കഴിഞ്ഞു. നീ എന്തെന്ന് എടുക്കണ? ഓ മാങ്ങ വേണ്ടിയെന്ന്. മാറവിടെന്ന് മാമ അടക്കട്ടെ. അല്ല ചക്ക. എന്തത് മാങ്ങയല്ലേ? സമാധാനമായല്ലേ? അവിടെ താഴെ ഇട്ട്. നീ എന്തിനാണ് ചവിട്ടി വീഴരുത്. വാഴയ്ക്കപ്പം വേണോ അച്ഛാ? ഞാൻ ബൈജു ബൈജു എന്റെ അച്ഛനാ. അത് എന്റെ അച്ഛൻ. ബൈജു നിന്റെ അച്ഛൻ? ബൈജു നിന്റെ അച്ഛനല്ലേ? ഏതച്ഛനെന്ന് ചോദിക്കേ? ആ അച്ഛൻ തന്നെ. അതെന്റെ അച്ഛൻ. ഗോതമ്പ് മാവില് വാഴയ്ക്കപ്പം ഉണ്ടാക്കണതിനാണ് എന്നെ ഈ അച്ഛൻ. ഇപ്പൊ തിന്നപ്പോ ഒരു കുഴപ്പവും ഇല്ല. സൂപ്പറാണ്. ചക്കയ്ക്കൊത്ത ചങ്കര. ഇപ്പൊ തിന്നപ്പോ അത് കുഴപ്പമില്ല. ചൂട് പഴുത്തുപോയി, നല്ല പഴുത്തുപോയി. അതുകൊണ്ടല്ലേ വാഴയ്ക്കപ്പം നിന്നല്ലോ. നീ എന്തോന്ന് അവിടെ പരതണത് കേശു? മക്കൾക്ക് വേണ്ടേ? വീട്ടിൽ നിന്ന് വന്ന് അപ്പൊ ഇത്ര അശോകപ്പൂവാണ് കിട്ടിയത്. നിറയെ പുളിയുറുമ്പായിരുന്നു. ഇപ്പൊ പുളിയുറുമ്പിനെയൊക്കെ തട്ടി കുടഞ്ഞ് കളഞ്ഞിട്ട് ഇത്ര അശോകപ്പൂ കിട്ടി. സത്യം പറഞ്ഞ പോയത് കാരക്കായിരുന്നു. അത് മാത്രം കേശു കളിക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി ഇതിനെ കൊണ്ട് ആ സെറ്റിയിൽ വെക്കും. എന്ത് സാധനം കിട്ടിയാലും അവിടെ കൊണ്ട് വെച്ചിരിക്കും. കാരക്ക ആകെപ്പാടെ ഒരു 10-25 എണ്ണേ കിട്ടിയുള്ളൂ. പക്ഷെ നല്ല വിളഞ്ഞ കാരക്ക. എന്തോന്ന് ചെയ്യാനായിട്ട് നിറയെ കാരക്ക നിൽക്കണം. ഒരു രക്ഷയില്ല. വല്ല പിള്ളേരെ കിട്ടിയിരുന്നെങ്കിൽ മതിലിന്റെ മണ്ടേ കയറിയെങ്കിലും അതിങ്ങ് ഒടിച്ചിട്ടെങ്കിൽ എടുക്കാൻ എളുപ്പമായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ വിളിക്കാൻ സമ്മതിച്ചില്ല. ഈ പറയും പോലെ കഷ്ടകാലത്തിന് പിള്ളേരെയൊക്കെ പിടിച്ച് മതിലിന്റെ മണ്ടേ കയറ്റിയിട്ടായിട്ട് വന്ന് വീണു. അതും വേനയല്ലേ. അപ്പൊ ഞാൻ ഈ അശോകപ്പൂ എടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാല് ഒരു ദിവസം കുറുക്കിയൊക്കെ കഴിച്ചു. പക്ഷെ ആ കുറുക്കി കഴിച്ചത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല. ഇഷ്ടത്തോടെയൊന്നും അല്ല കഴിച്ചത്. ഞാൻ എന്താ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ എടുത്തുകൊണ്ട് വരണത്. അപ്പൊ ഇതിനകത്ത് പച്ചരി കുതിർത്തതും അതുപോലെ തന്നെ ഈ അശോകപ്പൂവും കൂടെ ഇട്ടിട്ട്, പച്ചരി തലേദിവസം കുതിർത്ത് വെക്കണം. എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ഈ അശോകപ്പൂവും കൂടെ ഇട്ടിട്ട് അരയ്ക്കും. അപ്പൊ നമ്മളൊരു 5-6 ദിവസം ഫ്രിഡ്ജിനകത്ത് നല്ലതുപോലെ തന്നെ ഇരുന്നോണം. എന്നിട്ട് പാലും കൂടെ ഒഴിച്ചാണ് അരയ്ക്കണം. അല്ലെങ്കിൽ തൈരും കൂടെ ഒഴിച്ച് അരച്ചിട്ട് ഇതാണ്ട് നല്ലൊരു ഫേസ് പാക്ക് ആക്കി എടുക്കുക. അപ്പൊ നമുക്ക് അശോകപ്പൂവ് നല്ലതാണ്. പിന്നെ ഈ പറയും പോലെ, ഞാൻ എപ്പോഴും പറയും പോലെ ഇതിട്ടിട്ടാണോ ഇങ്ങനെ ഇരിക്കണത് എന്നൊന്നും ചോദിക്കരുത്. നമ്മൾ വെളുത്തു തുടുക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. കുറേയൊക്കെ മാറ്റം വരും. കുറച്ചൊരു ഗ്ലോ ഒക്കെ വരും. പിന്നെ നമ്മളെ സ്കിൻ ടോണ് ഒരു ഷെയ്ഡ് കുറച്ച് കൂടുകയും ചെയ്യും. അല്ലാതെ നല്ല വെളുത്ത് തുടുത്ത് വരും എന്നൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് അശോകപ്പൂവാണ്. പിന്നെ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ എന്തെങ്കിലും ചൊറിച്ചിൽ പോലെയൊക്കെ പറഞ്ഞതിന് അശോകപ്പൂട്ട് എണ്ണ കാച്ചി തേച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഇനി എന്തായാലും അത് കവറിലാക്കി വെച്ചിരിക്കേ ഉള്ളൂ. ഈ സംഭവം തീർന്നിട്ടേ അടുത്ത് അരയ്ക്കുള്ളൂ. എനിക്ക് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കുറച്ച് പൂവ്. എന്നാലും കിട്ടുമ്പോ അതല്ലെങ്കിൽ അത്രയും കൊഴിഞ്ഞു പോകും. അപ്പൊ ഞാൻ കിട്ടുമ്പോ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇനി കാരയ്ക്ക ഉപ്പിലിടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെള്ളം നല്ല വെട്ടി തിളപ്പിച്ച്, കല്ലുപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കായവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ആ വെള്ളം വെട്ടി തിളപ്പിച്ച് ഇറക്കിയതിന് ശേഷം മാത്രമാണ് കാരക്ക ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കീറും, അതിന് ശേഷം ഇട്ട് കൊടുക്കണത്. അല്ലാണ്ട് നമ്മൾ ഇതും കൂടെ ഒഴിച്ച് വെള്ളം കാരക്കയിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടിട്ടാൽ കാരക്ക പെട്ടെന്ന് വെന്തങ്ങ് അഴുകിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറേ നാളിരിക്കും. കുറേ നാളൊന്നും ഇവിടെ ഇരിക്കില്ല, അതിന് മുമ്പ് കാരക്ക തീരും. എന്നാലും കുറേ നാളായാലും ആ ഒരു കല്ല് പോലെ തന്നെ നന്നായിട്ട് കാരക്ക ഇരുന്നോളും. അപ്പോൾ പച്ചമുളകും കൂടെ കീറിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കായൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി അങ്ങനെ അങ്ങ് വെച്ചിരിക്കണം. ഒരു 2 ദിവസം ഇരുന്നാൽ കൊള്ളാം. 2 ദിവസം ഇരുന്നാലേ അതിൽ ഇതൊക്കെ പിടിച്ച് വരുള്ളൂ. ചെമ്പരത്തി ഒരുപാട് വളർന്നു. ഇനി ഇതിനെ കുറെ ഒന്ന് വെട്ടാനുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി നിർത്തിയിരിക്കായിരുന്നു, ഇല്ലെങ്കിൽ ഇത് അറിയാലോ ഫുള്ള് പടർന്നുകളെ. നമ്മൾ ഉള്ള സ്ഥലത്താണ് ഇതുപോലെയൊക്കെ നട്ടേക്കുന്നത്. ഇനി ഇതിൽ നാളെ വിരിയാനുള്ള മുട്ട ഉണ്ടെങ്കിൽ നാളെ വിരിയാനുള്ള മുട്ട ഉണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചാൽ നാളെ അത് വിരിഞ്ഞു വന്നോളൂ. പിന്നെ അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ചെമ്പരത്തി ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ചെമ്പരത്തി വെട്ടണ കണ്ടപ്പോഴേക്ക് ഒരാൾ പറഞ്ഞായിരുന്നു, അത് എന്തിനാ ചേച്ചി അത്രയും വെട്ടിയത്, കണ്ടപ്പോ സങ്കടം തോന്നിയെന്ന്. ഇതിങ്ങനെ വെട്ടണത് കൊണ്ടാണ് വീണ്ടും ഇത്രയും ഇത് കൊഴുത്ത് വരണത്. വെട്ടി ഒതുക്കിയില്ലെങ്കിൽ പാടാണ്. നമുക്ക് കണ്ടില്ലേ, നടക്കാനും ഇവിടെയൊക്കെ നിൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. ഇതിപ്പോ ഇനിയിപ്പോ അടുത്ത മഴ, ഈ വെയിൽ കഴിഞ്ഞ അടുത്ത് മഴക്കാലം ആവൂലേ, അപ്പോഴേക്ക് അതിന്റെ ഇരട്ടിയായിട്ട് അത് വന്നോളൂ. അതുകൊണ്ട് ഇനി അതില് വിഷമിക്കണ്ട. അത്രയും ഭാഗത്ത് ഇത് പോയപ്പോ തന്നെ കണ്ടില്ല, ഇത് ഇത്രയും സ്ഥലം കിട്ടി ഇതുപോലെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്തൊക്കെ വന്ന് അടിക്കും പോലെ തോന്നും. വെട്ടിക്കളയണ കണ്ടില്ലേ, അല്ലെങ്കിൽ പടർന്ന് കളയും മക്കളെ. ഇത് വെട്ടി ഒതുക്കി നിർത്തിയില്ലെങ്കിലേ പടർന്ന് കളയും. എന്താ നിന്റെ ഇംഗ്ലീഷ്? പടരണന്റെ ഇംഗ്ലീഷാ? നീ എന്നെ കുഴപ്പിക്കല്ലേ കേശു. ചെമ്പരത്തിയുടെ ഇംഗ്ലീഷ് എന്തിനാന്നറിയാമോ? എന്തിനാണ്? ഹിബിസ്കസ്. അവിടെ കിടക്കട്ടോനെ. മുളവ് അത് അമ്മ പുഴുത് കളഞ്ഞു. മാറിയില്ലേ? കത്രിക ഇരിക്കണ്ട്, ഞാൻ കാണൂല നീ ഇടയിൽ വന്ന് കേറണത്. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയത് തന്നെ. ഇത് വെട്ടി കളഞ്ഞില്ലെങ്കിലേ ഇനി ഇത് മഴ പെയ്ത് കഴിയുമ്പം ഇത് ഫുള്ളാവും ഇവിടെ. ഏകദേശം ഒക്കെ വെട്ടി കഴിഞ്ഞ് ഇനി കുറച്ചും കൂടെ ഉള്ളു. ഇതുകൂടെയൊക്കെ ഈ നീണ്ടു നിവർന്ന് കിടക്കും. അതിലേക്ക് ഉയർലെ കുരുങ്ങല്ലേ, ഇവിടെ നിക്കാനായിട്ട് സ്പേസ് ഇല്ല. ചെമ്പരത്തി ഫുള്ള് അവിടെ ഒന്ന് വെട്ടി ഒതുക്കിയപ്പോഴാ എന്ത് വൃത്തിയായി നേടില്ല, ഒരു ഒതുക്കം വന്ന്. അപ്പൊ ഇനി ഒരു മഴ പെയ്താൽ മതി, ഇത് മൊത്തത്തിൽ തിളുത്ത് കയറിക്കോളും. അതുകൊണ്ടല്ലേ ഇവിടെ ഫുള്ള് വെളിച്ചം വന്ന്. പിന്നെ നമ്മള് വയലറ്റ് ചെമ്പരത്തി ഇല്ലേ, അത് നല്ലതുപോലെ വീണ്ടും നല്ല ഇതായിട്ട് വരണുണ്ട്. പിന്നെ ഇതിനൊക്കെ ഒരു വെട്ടം കിട്ടി. പിന്നെ അങ്ങോട്ടൊക്കെ ഇനി ബാക്കി ചീരത്തൈകൾ അങ്ങോട്ടും കൂടെയൊക്കെ അങ്ങ് നട്ടു കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത്രയും സംഭവം ഉണ്ട്, ഇനി ഇതുകൊണ്ട് കളയണം. പൈപ്പട ഞാൻ ഇതുകൊണ്ട് കളഞ്ഞിട്ട് ചെറുക്കതിൻ്റെ അവിടെ. അതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വന്നപ്പോ അമ്മ മരച്ചിനിയെ വെച്ച് ചായ ഇട്ട് വെച്ചിരിക്കായിരുന്നു. മരച്ചിനിയും ചായയും. അപ്പൊ ഇനി ഇതൊന്ന് കുടിച്ചിട്ട് ബാക്കി അവിടെയൊക്കെ വൃത്തിയാക്കാം. അതിനു മുമ്പ് മഴ പെയ്യൂലല്ലേ അമ്മ? മഴ പെയ്യും, രാത്രിയെ പെയ്യോളാന്ന് തോന്നുന്നു. ഭയങ്കര ചൂട്. ഈ മഴക്കോളും ഇടിയും കൂടെ ഒക്കെ വരണതിന്റെ ചൂട് ഭയങ്കര. മഴ പെയ്യുമ്പോഴല്ലേ, മഴ പെയ്യണില്ലല്ലോ. ചുമ്മാ ഇരിയടാ. ഇതെന്തിനമ്മ വെച്ചിരിക്കണ നാരങ്ങ? മരിച്ചിനെ വെച്ചത് നാരങ്ങ അച്ചാറും. ഇവിടെ ദാണ്ട മഞ്ഞുമൽ ബോയ്സ് ദാണ്ട വടം വരിക്കണ. എവിടാ ഒന്നുകൊണ്ട് വടം വരച്ചാണ്. അതിനെ ഒടിച്ചിടേ. മനിതർ ഉണർത്തുകൊള്ള. ഇനി അവിടെയൊക്കെ കുറച്ച് തൂത്തൊക്കെ വൃത്തിയാക്കാനുണ്ടല്ലോ. കുറച്ച് ചവറ അല്ലാണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടാലേ അവിടെയും ഒതുങ്ങുള്ളൂ.
അപ്പൊ നമ്മളിവിടെ ചട്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പൊ നല്ല ഐസ് കട്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എടുത്തിട്ടാണ്, അത് കണ്ടില്ലേ, ഇനി ഇതിലാണ് നമ്മൾ AC ഉണ്ടാക്കാൻ പോണത്. ഈ സംഭവം മാത്രം മതി. ഇനി ഇത് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് കാണിച്ചു തരാം. അപ്പൊ കണ്ണ് പോലെ ഇരിക്കണം അല്ലേ കേശുക്കുട്ട? അപ്പൊ നമ്മള് ഇതുകൊണ്ട് ഈ ചട്ടിയിൽ ഇപ്പൊ ഫുൾ ഐസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഫാനിന്റെ താഴെ വെച്ച് കൊടുത്താൽ മതി. കാറ്റടിക്കുമ്പോ തൊട്ട് ഇതിന്റെ ആ ഒരു തണുപ്പ് റൂം ഫുള്ളായിട്ട് നല്ല തണുപ്പായിരിക്കും. കറക്റ്റ് ഫാനിന്റെ താഴെ വെച്ചിരിക്കണം. ഇതിൽ തട്ടി കാറ്റ് ഈ മുറിക്കകത്ത് ഫുൾ ആ ഒരു ടെമ്പറേച്ചറിനെ അത് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോ റൂം നന്നായിട്ട് തണുക്കുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇത്ര മാത്രമല്ല, ഇനിയും ഐസ് ഇതുപോലെ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഞാൻ ഇത്ര മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് മാത്രം മതി റൂമിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട്. ഇതാണ് ട്രിക്ക്. കുറച്ച് കഴിയുമ്പോ തൊട്ട് റൂം നന്നായിട്ട് തണുത്തു തുടങ്ങും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും AC വാങ്ങിക്കാനുള്ള പൈസയും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. പിന്നെ AC ആണേ, എന്റെ മോൻ വാങ്ങിച്ചു തരായിരുന്നു വലുതാവുമ്പോഴേ AC. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FB-യിലാണെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, കേശൂസ് വൃന്ദാവനം ബൈജുനാഥൻ എന്നാണ് അക്കൗണ്ടിന്റെ പേര്. ഞാൻ മണക്കാം. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ അധികം ആക്റ്റീവ് അല്ലായിരുന്നു, ഇപ്പോഴാണ് ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആയി തുടങ്ങിയത്. അപ്പോൾ എന്റെ ഇൻസ്റ്റ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.